എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു കറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയബറ്റീസിനെ കൺട്രോളിങ് ചെയ്യുന്ന സൂപ്പർ ഒരു കറിയാണിത്. ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. ചീനിച്ചട്ടി വെച്ചു, ചൂടായി 2 ടേബിൾ സ്പൂൺ എണ്ണ ഇഷ്ടമുള്ളത് ഒഴിക്കുക. അതൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായി 1/2 ടീസ്പൂൺ കടുക് ഇട്ടു, 1/2 ടീസ്പൂൺ ജീരകം ഇട്ടു, വെളുത്തുള്ളി 5-6 കഷ്ണം തൊണ്ട് കളഞ്ഞ് ചതച്ചെടുത്തിട്ടു. അതും കൂടി ഇതിനകത്തൊന്ന് മുരിഞ്ഞോട്ടെ. ഒരു പിടി കരിവേപ്പില അത് ഇട്ടു. 2 സവാള തൊണ്ട് കളഞ്ഞിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും ഒന്നിടണം. ഒരു 5-6 എരിവുള്ള പച്ചമുളക് അതിനെയും കൂടെ ഒന്നിട്ടു. എന്നിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. ഉപ്പെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മസാലയിൽ ചെക്ക് ചെയ്യണം കേട്ടോ. തേങ്ങയുണ്ടല്ലോ, ഒരു മുറി എടുത്തിട്ട് ഞാൻ മിക്സിയിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തു. അത് നമുക്ക് ചിരണ്ടി എടുക്കണമെങ്കിലും എടുക്കാം. അത് കഴിഞ്ഞിട്ട് 1 സ്പൂണ് ജീരകം, അരയില്ല കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 100 ml വെള്ളം, അതും കൂടി എടുത്തിട്ട് നന്നായിട്ട് ഇതിനെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഞാൻ മിക്സിക്കകത്തിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കേട്ടോ. ഈ ചുമന്ന ചീരയില്ലേ കണ്ടോ, ചീര പച്ചയും കിട്ടും, പക്ഷേ ഈ ചുമന്ന ചീരയ്ക്കാണ് കൂടുതൽ ഗുണം. ഇത് എത്ര നല്ല സാധനമാണെന്ന് അറിയാമോ? ഇത് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന സൂപ്പർ സാധനമാണ് ചുമന്ന ചീര. അതിനെ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഒലച്ച് തേച്ച് കഴുകി എടുത്തിട്ട് അരിഞ്ഞതിന് ശേഷം പിന്നെ കഴുകരുത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു 150 ഗ്രാം ചെറുപയറിൻ്റെ പരിപ്പാണിത്. ഇതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലോട്ട് ഇട്ടു. എന്നിട്ട് നമ്മൾ ഇതിനെ എന്തൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പക്ഷേ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ചെറുപയറിൻ്റെ പരിപ്പില്ലേ, അത് ഹോസ്പിറ്റലിൽ ICUലൊക്കെ കിടക്കുന്നവർക്ക് ഇതിൻ്റെ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ ഡോക്ടർമാർ പറയും. അത്ര ഭയങ്കര നല്ല സാധനമാണ് ഈ ചെറുപയറിൻ്റെ പരിപ്പും ഈ ചുമന്ന ചീരയും. ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ സൂപ്പർ. അതുപോലെ ഇതിനകത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് പാകത്തിന് വീണ്ടും ചെക്ക് ചെയ്യാം. എന്നിട്ട് ഈ 150 ഗ്രാം നമ്മൾ പരിപ്പെടുത്ത് കഴിഞ്ഞപ്പോൾ 200 ml വെള്ളമെങ്കിലും നമുക്കിതിനകത്ത് വേണം. എന്നിട്ടെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി മീഡിയം തീക്കകത്തില്ലേ നമ്മളിതിനെ ഇട്ടിട്ട് 3 വിസിൽ കേൾക്കുന്നിടം വരെ വെക്കണം. അങ്ങനെ ചെറുപയറിൻ്റെ പരിപ്പും നമ്മുടെ ചുമന്ന ചീരയും കൂടെ ആവശ്യാനുസരണം വെള്ളവും ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് വെന്തു ഇങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് വെന്ത കറീനെ നമ്മൾ ഇതിനകത്തിലോട്ട് കൂട്ടിച്ചേർത്തിട്ട് ഒന്ന് ഇളക്കിക്കോട്ടെ. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയൊക്കെ നമ്മൾ അരച്ചില്ലേ, അതിനെയും കൂടെ കൂട്ടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഇങ്ങനെ എല്ലാം നമ്മൾ വേവിച്ച് സൂപ്പറാക്കി എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ അരച്ചത് നമ്മൾ ഒഴിക്കുമല്ലോ, പിന്നെ നമ്മൾ തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ കറി റെഡിയായി. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. സത്യമായിട്ടും ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് വളരെ ഗുണം ചെയ്യുന്ന സാധനമാണിത്. ഒത്തിരി ഡയബറ്റീസ് ഉണ്ടെങ്കിലും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കൺട്രോളായി നമുക്ക് കൂടുതൽ നാൾ ജീവിക്കാൻ സാധിക്കും. അത്ര നല്ല സാധനമാണ് ഇതൊക്കെ. മറക്കാതെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ.